സമയം ഏറെ വിലപ്പെട്ടതാണ്. സമയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ടിക് ടിക് എന്ന ശബ്ദത്തിൽ ചലിക്കുന്ന ക്ലോക്കിന്റെ സൂചികളാകും. കാലത്തിനനുസരിച്ച് പരിണാമത്തിൽ ഏർപ്പെട്ട ക്ലോക്കുകൾക്ക് ഇന്ന് പല മുഖങ്ങളാണ്. എന്നാൽ സമയം എത്ര മുന്നോട്ട് പോയിട്ടും കാലത്തിന്റെ ഒഴുക്കിൽ പെട്ടുപോകാത്തൊരു ക്ലോക്കുണ്ട് അങ്ങ് ഇംഗ്ലണ്ടിൽ. പറഞ്ഞു വരുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പ്രവർത്തനാക്ഷമമായ ക്ലോക്കിനെ കുറിച്ചാണ്. സാലിസ്ബറി കത്തീഡ്രൽ ക്ലോക്കിന് പറയാനുണ്ട് 6 നൂറ്റാണ്ടുകളുടെ കഥ. സൂചിയില്ലാത്ത ഇരുമ്പ് ഫ്രെയിം കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ടവർ ക്ലോക്കാണ് സാലിസ്ബറി കത്തീഡ്രൽ ക്ലോക്ക്. 1386 ഇംഗ്ലണ്ടിലെ സാലിസ്ബറി കത്തീഡ്രലിലാണ് ഈ ക്ലോക്ക് സ്ഥാപിക്കുന്നത്. വേർജ് എസ്കേപ്മെന്റ് എന്ന ആദ്യകാല മെക്കാനിക്കൽ ക്ലോക്കിന്റെ മാതൃകയിലാണ് ക്ലോക്കുകളുടെ മുതുമുത്തശ്ശനെ നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നും ക്ലോക്കിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ആരൊക്കെയാണെന്നത് വ്യക്തമല്ല. പൂർണ്ണമായും കൈകൾ കൊണ്ട് പണിത ഈ ക്ലോക്ക് 1386 മുൻപ് നിർമ്മിച്ചതാണെന്ന് കരുതുന്നു. എത്ര വർഷം കൊണ്ടാണ് ഈ ക്ലോക്ക് പണിതതെന്നും വ്യക്തമല്ല. ചെറുതും വലുതുമായ ഇരുമ്പ് ചക്രങ്ങൾ, കയറും കപ്പയും കൊണ്ടാണ് ക്ലോക്ക് പണിതിരിക്കുന്നത്. 14-ാം നൂറ്റാണ്ടിലെ ഈ ക്ലോക്കിന് ക്ലോക്ക് ഫേസ് ഇല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും പഴക്കമേറിയ പ്രവർത്തനാക്ഷമമായ മെക്കാനിക്കൽ ക്ലോക്കിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡും ഈ ക്ലോക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. 1386 കത്തീഡ്രലിൽ സ്ഥാപിച്ച ക്ലോക്ക് 1884 ആയപ്പോഴേക്കും എടുത്തു മാറ്റിയിരുന്നു. എന്നാൽ 1956 ക്ലോക്കിനെ തിരികെ സ്ഥാപിക്കുന്നു. സാലിസ്ബറി കത്തീഡ്രൽ ക്ലോക്കിന്റെ സവിശേഷമായ ഘടകം ഈ ക്ലോക്കിൽ മണിക്കൂറുകൾ മാത്രമാണ് കാണിക്കുന്നത് എന്നതാണ്. കത്തീഡ്രൽ ജീവനക്കാർക്കും പ്രവേശവാസികൾക്കും പ്രാർത്ഥനയ്ക്ക് സൂചന നൽകുന്നതിനായി മണിക്കൂർ മണി അടിക്കുക എന്നതായിരുന്നു ഈ മുതുമുത്തശ്ശൻ ക്ലോക്കിന്റെ ഏക ലക്ഷ്യം. ഇന്നത്തെ പോലെ കൃത്യമായി മിനിറ്റും സെക്കൻഡും അറിഞ്ഞിരിക്കേണ്ട ആവശ്യം നൂറ്റാണ്ടുകൾക്ക് മുന്നേ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഇല്ലായിരുന്നു.